നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. തുടർച്ചയായ മൂന്നാമത്തെ വേൾഡ് കപ്പിലും റൗണ്ട് ഓഫ് 16 പോലും എത്താതെ, പ്രീ ക്വാർട്ടർ പോലും എത്താതെ പൊട്ടി തകർന്ന് നാണം കെട്ട് മടങ്ങിപ്പോയ ജർമ്മനിയുടെ പ്രകടനത്തെ ലോകത്തെ പ്രമുഖ ഫുട്ബോൾ മാധ്യമങ്ങളൊക്കെ എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ജർമ്മനി ഈസ് നോട്ട് ദി സെയിം എനിമോർ എന്നാണ് മിക്ക മാധ്യമങ്ങളുടെയും ഒരു ടോണ്. ഏറ്റവും അധികം ജർമ്മനിയെ ആക്രമിച്ചുകൊണ്ട് ടൈറ്റിലിട്ടത് ഒരു പക്ഷേ ബിൽഡ് തന്നെയായിരിക്കും, ജർമ്മൻ മാധ്യമം തന്നെയായിരിക്കും. അതിലവർ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈ ഒരു പരാജയം പരാഗ്വയോട് പെനാൽറ്റി ഷൂട്ടൗട്ടിൽ പുറത്തായത് ജർമ്മൻ ഫുട്ബോളിൻ്റെ അടുത്ത നൈറ്റ്മെയറാണ്, അടുത്ത ദുസ്വപ്നമാണ് ജർമ്മൻ ഫുട്ബോൾ ഇപ്പോൾ നേരിട്ടിരിക്കുന്നത് എന്ന്. അതോടൊപ്പം ഡിസാസ്ട്രസ് പെർഫോമൻസ് ആണ് എന്നുകൂടി അവർ വിലയിരുത്തുന്നുണ്ട്. കൂടാതെ അവർ ഉപയോഗിക്കുന്ന വാക്കുകൾ നോക്കണം. സ്ലോ, ജർമ്മനിയുടെ കളി വിലയിരുത്തുകയാണ്. വളരെ വേഗം കുറഞ്ഞത്, ബോറിങ്, മടിപ്പിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ വലിയ രൂപത്തിൽ ആലസ്യമുള്ള കളിയാണ് കളിച്ചത്. ഇത് ജർമ്മൻ ഫുട്ബോളിൻ്റെ അടുത്ത നൈറ്റ്മെയറാണ് എന്ന് തന്നെ അവർ വിലയിരുത്തുന്നു. ജർമ്മൻകാർ തന്നെ അങ്ങനെയാണ് ഈ കളിയെ കാണുന്നത്. പിന്നെ ഇവിടെയുള്ള കുറേ ജർമ്മൻ ആരാധകർ ഇതെന്തോ വലിയ സംഭവമാണ് എന്ന തരത്തിൽ പൊക്കിക്കൊണ്ട് നടക്കുന്നത്. ഞാൻ നടക്കട്ടെന്നേ, ജർമ്മനിയിലെ ബിൽഡ് തന്നെയാണ് ഇത് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞില്ല. സ്പെയിനിൽ മാർക്കേഡ് റിപ്പോർട്ടിൽ പറഞ്ഞത് ജർമ്മനി ഈസ് നോ ലോങ്ങർ ജർമ്മനി. ജർമ്മനി ഇനി പഴയ ജർമ്മനിയല്ല. കൃത്യമായിട്ട് അവർ ടീമിൻ്റെ പ്രകടനം മോശമായതിനെക്കുറിച്ച് പറയുന്നു. അടുത്ത വേൾഡ് കപ്പിൽ നിന്ന്, തുടർച്ചയായ മൂന്നാമത്തെ വേൾഡ് കപ്പിൽ നിന്ന് വളരെ പെട്ടെന്നുള്ള പുറത്താവലിനെ കുറിച്ച് അവരെടുത്ത് പറയുന്നുണ്ട്. ജർമ്മൻ ഫുട്ബോൾ താഴേക്കാണ് എന്നതാണ് അത് കാണിക്കുന്നത്. ഇപ്പോൾ വേൾഡ് കപ്പിൽ മാത്രമല്ല, യൂറോ കപ്പിലൊന്നും ഈ അടുത്ത കാലത്തൊന്നും കിരീടത്തിലേക്ക് അവർ പോയിട്ടില്ല. 2014 ശേഷം ഒരു മേജർ ടൂർണമെൻറ്റിലും കിരീടമില്ല. പിന്നെ കോൺഫെഡറേഷൻ കപ്പ് ഇങ്ങനെ പൊക്കി നടക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ആ കപ്പ് 5-8 ടീമുകൾ മാത്രം വെച്ച് കളിക്കുന്നതും അതിന് റിലവൻസ് ഇല്ല എന്ന് കണ്ട് ഫിഫ തന്നെ നിർത്തിപ്പോയതുമാണ് എന്നത് മനസ്സിലാക്കിയാൽ ആരാധകർക്ക് നന്ന്. ഏതായാലും ജർമ്മൻ മാധ്യമത്തിൻ്റെ അതേ ടോണിൽ തന്നെയാണ് പിന്നെ ASൻ്റെ റിപ്പോർട്ടും വരുന്നത്. സ്പാനിഷ് മാധ്യമം AS റിപ്പോർട്ട് ചെയ്യുന്നത് ഹിസ്റ്റോറിക് പരാഗ്വസോ എന്നാണ്. പരാഗ്വയുടെ വിജയത്തെ അവരങ്ങനെയാണ് ടൈറ്റിലിട്ടുകൊണ്ട് വിശദീകരിക്കുന്നത്. ഓർലാൻഡോ ഗില്ലിൻ്റെ മികവിനെ അവർ എടുത്തു പറയുന്നത്, അതായത് അവരുടെ പരാഗ്വയുടെ ഗോൾ കീപ്പറുടെ മികവിനെ എടുത്തു പറയുന്നുണ്ട്. അതേസമയം ജർമ്മനിയുടെ പെർഫോമൻസ് പരിതാപകരമായിരുന്നു എന്നത് അവർ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. മുണ്ടോ ഡിപ്പോർട്ടീവോ കാറ്റലൻ മാധ്യമമാണ്. അവർ ഗുസ്താവോ അൽഫേരോയുടെ ടീമിൻ്റെ ആ ഒരു റെസിലിയൻസിനെയാണ് എടുത്തു പറയുന്നത്. അതിലവർ കൃത്യമായിട്ട് പറയുന്നത് അവർ ഡിഫെൻസീവ് പെർഫോമൻസ്, അതാണ് ടീമിനെ പെനാൽറ്റി ഷൂട്ടൗട്ട് വരെ കൊണ്ടുപോയതെന്നും അവിടെ നിന്ന് മികച്ച ഒരു പെനാൽറ്റി സേവുകളും മറ്റുമൊക്കെ നടത്തി അവർ മുന്നോട്ട് കയറി എന്നുള്ളതാണ് മുണ്ടോ ഡിപ്പോർട്ടീവ് എടുത്ത് പറയുന്നത്. ഫ്രാൻസിൽ ലേക്യുപ്പിൻ്റെ ഒരു ലേഖനം, അതിലവർ കൃത്യമായിട്ട് പറയുന്നത് ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ വേൾഡ് കപ്പിൻ്റെ ഒരു മികവാണ് എന്ന് പറഞ്ഞാൽ സെൻസേഷൻ ഓഫ് ദി വേൾഡ് കപ്പ്. ഇത് ഇത്തരം ടീമുകൾ വമ്പന്മാരെ പരാജയപ്പെടുത്തി മുന്നോട്ട് പോകുന്നു. അത് വേൾഡ് കപ്പിലെ തന്നെ സുപ്രധാന വാർത്തയാണ്. ഈ വേൾഡ് കപ്പിലെ പ്രധാനപ്പെട്ട സർപ്രൈസുകളിലൊന്നാണ് എന്ന രൂപത്തിലാണ് അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും 1-1 സമനില, തുടർന്ന് 4-3 പെനാൽറ്റി ഷൂട്ടൗട്ടിലെ പരാജയം, ഇത് ജർമ്മൻ ഫുട്ബോളിനെ വല്ലാതെ നിരാശപ്പെടുന്ന ഒന്നാണ്. കോച്ച് ജൂലിയൻ നെഗൽസ്മാൻ കളിക്ക് ശേഷം പറഞ്ഞ, എനിക്കിനിയും കോൺട്രാക്റ്റ് ഉണ്ട്, ഞാൻ എന്തിനും തയ്യാറാണ്, ജർമ്മൻ ഫുട്ബോൾ ഫെഡറേഷൻ എന്നോട് തുടരാനാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ ഞാൻ തുടരും, പോവാനാണ് പറയുന്നതെങ്കിൽ ഞാൻ പോവും എന്നും പറയുന്നുണ്ട്. എന്തായാലും നിരാശ തന്നെ ബാക്കി. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.